തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിലെ അനൈക്യത്തിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രസ്താവിച്ചു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രസ്താവന നടത്തിയത്. യു.ഡി.എഫിലെ അനൈക്യവും പിടിവാശിയുമാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മുനിസിപ്പൽ കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നിട്ടും LDF വിജയത്തിന് കാരണമായതെന്ന് കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രസ്താവിച്ചു. നടന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ പേഴ്സൺ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് യഥാർത്ഥത്തിൽ ഈ നഗരസഭയിൽ ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 8 BJP, 13 UDF, 12 LDF, ഒരു സ്വതന്ത്രൻ, ഇങ്ങനെയാണ് കക്ഷിനില. അപ്പം UDFന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം UDFിലെ ഐക്യമില്ലായ്മയും പരസ്പര ബഹുമാനമില്ലായ്മയും ഘടകകക്ഷികളെ പരസ്പരം ബഹുമാനിക്കാനുള്ള വിശാല മനസ്കതയില്ലാത്തതിൻ്റെ കാരണം. 2020 തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് കൈവിട്ടുപോയ ചെയർമാൻ സ്ഥാനം തിരികെ പിടിക്കാനുള്ള സുവർണാവസരമാണ് യു.ഡി.എഫ് നഷ്ടപ്പെടുത്തിയത്. 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് നഗരസഭയിൽ ഭരണമാറ്റം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ്. എന്നാൽ ഘടകകക്ഷി നേതാക്കളുടെ പിടിവാശിയും ഗ്രൂപ്പ് രാഷ്ട്രീയവുമാണ് യു.ഡി.എഫിന് ഭരണം തിരികെ പിടിക്കാൻ കഴിയാതെ പോയത്. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് യു.ഡി.എഫ് പരാജയത്തിന്റെ അടിസ്ഥാനം. ഇത് ജനങ്ങൾ പൊറുക്കില്ലെന്ന് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. കോൺഗ്രസ് ആണോ ലീഗാണോ മത്സരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തണം എന്നുള്ള വളരെ ശക്തമായ സമീപനമാണ്. ആരെയും പ്രത്യേകിച്ച് പിന്തുണയ്ക്കാത്തൊരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രിയിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. മധ്യസ്ഥനായിട്ട് യു.ഡി.എഫിൻ്റെ ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു. പക്ഷേ 2 കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വീണ്ടും ഇന്ന് ആരോടും ചർച്ച ചെയ്യാതെ 2 പാർട്ടികളും കോൺഗ്രസും ലീഗും അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി. തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ തമ്മിലടിയിൽ കക്ഷിയാകാതെ നിഷ്പക്ഷ നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. ഇനിയെങ്കിലും ജനവികാരം മാനിച്ച് യോജിച്ചു പോകാൻ ഘടകകക്ഷികൾ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ യു.ഡി.എഫിനെ ജനങ്ങൾ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.